വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള പണിക്കാരിന്ന് പണിക്ക് വന്നില്ലെങ്കിൽ അയ്യോ എല്ലാം തകിടം മറിഞ്ഞല്ലോ എന്ന പ്രാക്ടിക്കൽ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾ എനിക്ക് ഭ്രാന്താണോ എന്ന് ചിന്തിക്കാവുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇതെല്ലാം യഥാർത്ഥമാണോ? ഞാൻ, നിങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നാം ജീവിക്കുന്ന ഭൂമി, ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, ഇതെല്ലാം യഥാർത്ഥമാണോ? അതോ ഏതോ ഒരു വിദഗ്ധൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വഴി ഉണ്ടാക്കിയെടുത്ത സിമുലേഷൻ അഥവാ കൃത്രിമ ലോകമാണോ? ആ കൃത്രിമ ലോകം ഒരു കോഡിംഗ് വഴി ഉണ്ടാക്കിയെടുത്ത ഒരു സൂപ്പർ കോഡറാണോ ദൈവം? നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ഫിലോസഫിക്കലായ ഒരു തോന്നൽ മാത്രമല്ല ഇത്. ഗൗരവമേറിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കുറച്ച് നാളുകളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നക്ഷത്രങ്ങൾ, ആറ്റങ്ങൾ, ഗാലക്സികൾ, ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ, ഇതെല്ലാം വളരെ മിടുക്കനായ ഒരു സൂപ്പർ കോഡർ, ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലോകത്തിന്റെ ഭാഗങ്ങളാണോ എന്നത്. ഈ ആധുനിക സിമുലേഷൻ വാദം 2003 ഓക്സ്ഫോർഡ് ഫിലോസഫർ നിക് ബോസ്ട്രോം ഒരു പ്രബന്ധത്തിലാണ് ഔദ്യോഗികമായി അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാദം ഇതാണ്: ഇനി പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് സത്യമായിരിക്കാം. ഒന്നാമത്തേത്, സാങ്കേതികമായി ഒരു നിശ്ചിത അളവിൽ പുരോഗതി വരിക്കുന്ന ഏതാണ്ട് എല്ലാ നാഗരികതകളും സ്വതന്ത്രബോധവും ചിന്തകളും മറ്റുമുള്ള കോൺഷ്യസ് ബീയിങ്സ് അല്ലെങ്കിൽ ജീവികളുടെ ഒരു കൃത്രിമ ലോകം ഉണ്ടാക്കി അവയെ ഒരു കമ്പ്യൂട്ടർ ഗെയിമിലേതുപോലെ സിമുലേഷനിൽ ഓടിക്കാൻ കഴിയും മുമ്പ്, എന്ന് വെച്ചാൽ അത്തരം ജീവികളുടെ ഒരു കൃത്രിമ ലോകം ഉണ്ടാക്കാൻ കഴിയുന്നതിന് മുമ്പ് ആ നാഗരികതകൾക്ക് വംശനാശം സംഭവിക്കുന്നു അത്രേ. പക്ഷെ രണ്ടാമത്തേതാ പറയുന്നത്, ആ ശേഷിയിലേക്ക് എത്തുന്ന നാഗരികതകൾ അത്തരം സിമുലേഷനുകൾ ഓടിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഏതാണ്ട് തീർച്ചയായും ഒരു സിമുലേഷനിൽ ജീവിക്കുകയാണ്. നമ്മളൊരു സിമുലേഷൻ അല്ലെങ്കിൽ കൃത്രിമ ലോകത്ത് ജീവിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, ഈ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും, നമുക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു നാഗരികത വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് കൃത്രിമ ജീവികളുടെ ഒരു ലോകം ഉണ്ടാക്കാനുള്ള ശേഷി കൈവരിച്ചു. പക്ഷെ അവർക്കതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് താല്പര്യമുണ്ടായിട്ട് അങ്ങനെ ഒരു ലോകം അവർ ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരമൊരു ലോകമായിരിക്കും നമ്മുടേതെന്ന്. ഇനി നമ്മുടേത് മാത്രമല്ല, അങ്ങനെ ധാരാളം ലോകങ്ങൾ പാരലായിട്ട് റൺ ചെയ്യുന്നുണ്ടാകും. ഇതാണ് ആ വാദം. കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രം എന്ന് തോന്നാം. പക്ഷെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ വിചിത്രമായ ലോകങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ അത് ഒരെണ്ണമല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുക. നമ്മൾക്ക് കമ്പീറ്റിംഗ് ആയിട്ടുള്ള ധാരാളം പേരുണ്ട്, തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ ധാരാളം കമ്പ്യൂട്ടർ ഗെയിമുകളുടെ ലോകങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കി വെച്ച കമ്പ്യൂട്ടർ ലോകങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്നാണ് ഈ വാദം. ശരിയാണോ? എനിക്ക് വട്ടായോ നിങ്ങൾക്ക് വട്ടായോ? ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്? അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇനിയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. കാരണം നമ്മുടെ പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങൾ ഒരു സിമുലേഷന്റെ സ്വഭാവ ഗുണങ്ങൾ പോലെയാണ് തോന്നുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് വെളിപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചം അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ രൂപത്തിലാണത്രേ. ദ്രവ്യം തുടർച്ചയായ ഒന്നല്ല. ഏറ്റവും ചെറിയ സൂക്ഷ്മമായ തലങ്ങളിൽ മാറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ക്വാണ്ടൈസ്ഡ് മൂല്യങ്ങളായാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം റെൻഡർ ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടർ ഗെയിമിങ്ങിലെ ലോകങ്ങളെ പോലെയാണ്. ആ ലോകത്തുള്ള ഓരോ സംഗതികളും നമ്മൾ ഗെയിമിൽ മുന്നോട്ട് പോകുന്തോറും റെൻഡർ ചെയ്ത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് പോലെയാണ് അത്രേ മാറ്റർ ക്വാണ്ടം ലെവലിൽ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒന്നും സഞ്ചരിക്കുന്നില്ല. ഇത് ശരിക്ക് ഒരു സിമുലേഷന്റെ, ഒരു കൃത്രിമ ലോകത്തിന്റെ കമ്പ്യൂട്ടേഷണൽ കോൺസ്ട്രെയിന്റ് ആയിരിക്കുമെന്നാണ് പലരും പറയുന്നത്. ആ കമ്പ്യൂട്ടറിൽ ആ വേഗത്തിൽ കൂടുതൽ ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാനോ റെൻഡർ ചെയ്യാനോ കഴിയില്ല. സോ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ, പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് വരെ, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത് വരെ അതിന് ഒരു ഡെഫിനിറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാകില്ല. മെഷർ ചെയ്യുന്നതിന് മുമ്പ് അവ സൂപ്പർ പൊസിഷനിൽ, അതായത് ഒരേ സമയം പല അവസ്ഥകളിലാണ് അത്രയും നിലനിൽക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഡെഫിനിറ്റ് വാല്യൂസിൽ കൊളാപ്സ് ചെയ്ത് മാറ്ററിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ റെൻഡറിങ് ഒപ്റ്റിമൈസേഷനാണ്. ഒരു വീഡിയോ ഗെയിമിൽ പ്ലെയർ കാണുന്നില്ലാത്തതൊന്നും റെൻഡർ ചെയ്യുന്നില്ല. പകരം പ്ലെയർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാത്രമേ കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അതിന്റെ കാരണം എന്തെന്നാൽ, എല്ലാ സമയവും ഫുൾ ഡീറ്റെയിലിൽ ഈ ഗെയിം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷനലി വളരെ വേസ്റ്റ്ഫുൾ ആകും, സിസ്റ്റം ഓടില്ല. സോ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് നമ്മുടെ പ്രപഞ്ചവും ഇങ്ങനെ തന്നെയാണ് അത്ര സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും യൂണിവേഴ്സുകളും ഗാലക്സികളും എല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയല്ല. നമ്മൾ എപ്പോഴാണോ ഒബ്സർവ് ചെയ്യുന്നത് ആ സമയത്താണ് അതിന് നിശ്ചിത രൂപം കൈവരുന്നത് അത്രേ. അത് വീഡിയോ ഗെയിമിൽ മാത്രമല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മാത്രമല്ലേ നടക്കൂ. ഇതാണ് ഇവരുടെ വാദം.
വാദം. 2016 അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ നടന്ന ഒരു ഐസാക് അസിമോവ് ഡിബേറ്റിൽ ഒരു ശ്രദ്ധേയ നിമിഷമുണ്ടായി. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ശാസ്ത്രജ്ഞരിൽ ഒരാളായ നീൽ ഡിഗ്രാസ് ടൈസൺ നമ്മളൊരു സിമുലേഷനിലാണ് ജീവിക്കുന്നതെന്ന സാധ്യത വളരെ ഉയർന്നതാണെന്ന് പ്രഖ്യാപിച്ചു. ഒരു പക്ഷേ 50%. ഒരു പടി കൂടി കടന്ന് ഇലോൺ മസ്ക് പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന ലോകം റിയൽ ആകാനുള്ള സാധ്യത 1 കോടിയിൽ 1 മാത്രമാണ്. ശാസ്ത്ര സമൂഹത്തിൽ എന്ന് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയില്ല. കാരണം ഈ ലോകം റിയൽ ആണോ അല്ലെങ്കിൽ സിമുലേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പ്യൂട്ടറോ അതിനു വേണ്ടിയുള്ള ഒരു കണ്ടുപിടുത്തമോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഏതൊരു തെളിവും ചിലപ്പോൾ സിമുലേറ്റഡ് ആകും. സോ അങ്ങനെ വരുമ്പോൾ ഈ വാദം ശരിക്കും സയൻസിന്റെയും ഫിലോസഫിയുടെയും തിയോളജിയുടെയും ദൈവശാസ്ത്രത്തിന്റെയും ഇടയിൽ എവിടെയോ തങ്ങി നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ നമുക്ക് ചുറ്റും കാണുന്നത് ഒരു മിഥ്യയാണോ? നാം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇല്ലാത്തതാണോ? ആരുടെയോ ഭാവനയിൽ ഉണ്ടായ കമ്പ്യൂട്ടർ ജീവികളോ സിമുലേറ്റഡ് കോൺഷ്യസ് ബീയിങ്സോ ആണോ നമ്മൾ? ഇനി നമ്മൾക്കൊന്ന് അസ്യൂം ചെയ്യാം, ഇത് ശരിയാണെന്ന് വിചാരിക്കുക, നമ്മൾ സിമുലേറ്റഡ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മിക്ക ആളുകളുടെയും ആദ്യ റിയാക്ഷൻ ഇങ്ങനെയാകും: സിമുലേറ്റഡ് ആണെങ്കിൽ ഒന്നിനും വിലയില്ല, ഒന്നും റിയൽ അല്ല. പക്ഷെ കൂടുതൽ ശ്രദ്ധാപൂർവം ചിന്തിച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഇപ്പോഴും റിയൽ ആണ്. നിങ്ങളുടെ ബന്ധങ്ങൾ, വേദന, സന്തോഷം, സ്നേഹം ഇവയെല്ലാം റിയൽ ആണ്. നമ്മൾ സിമുലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇവയെല്ലാം ഉണ്ടാക്കുന്നത് റിയൽ എഫക്ട്സ് ആണ്. ഒരു വീഡിയോ ഗെയിമിൽ ഒരു സിമുലേറ്റഡ് കാർ ക്രാഷ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അവതാരം ഉണ്ടാകുന്ന വേദന പോലെ തന്നെയാണ് നമ്മൾക്കുണ്ടാകുന്ന വേദന. അങ്ങനെ നമ്മൾ സിമുലേറ്റഡ് ആണെങ്കിൽ 4 കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. എനിക്കിപ്പോഴും വട്ടായിട്ടില്ല. അത് 5ാമത്തെ കാര്യം. 1ാമത്തെ കാര്യം, നമ്മൾ അറിയാത്ത ഒരു ലോകം എവിടെയോ ഉണ്ട്, പുറത്തെവിടെയോ. അവിടെ ഇരുന്ന് നമ്മളെക്കാൾ അപ്പുറമുള്ള ഒരു റിയാലിറ്റി ലെയറിൽ ഇരുന്നാണ് ആരോ ഈ സിമുലേഷൻ ഓടിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിന് ഒരു ഔട്ട്സൈഡ് ഉണ്ട്. അവിടുത്തെ ജീവികൾക്ക് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്ത, പക്ഷെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഉദ്ദേശങ്ങളുണ്ട്. ഇത് ട്രഡീഷണൽ സെൻസിൽ ദൈവമല്ല, പക്ഷെ ഇത് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിനും അപ്പുറത്ത് നമ്മളെക്കാളും ഉയർന്ന ബുദ്ധിയുള്ള, നമ്മളെക്കാളും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനിലുള്ള ജീവികളുണ്ട്. അവരുണ്ടാക്കി വെച്ച ലോകമാണ് ഞാനും നിങ്ങളും നിങ്ങളീ കാണുന്ന വീഡിയോയും. അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോ കാര്യത്തിലും എങ്ങനെ പ്രതികരിക്കുന്നു, നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും എന്ത് ഫലം കിട്ടുന്നുവെന്ന്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കാര്യം കൂടുതൽ ആഗ്രഹിക്കും തോറും അത് നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് അകലുന്നത് പോലെ തോന്നും. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം വറി ചെയ്യുന്നു, എത്രത്തോളം വിഷമിക്കുന്നു, അത് അത്രത്തോളം കൂടുതൽ പ്രോബ്ലമാറ്റിക് ആകും. സോ നമ്മൾ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ അവതാറിനെ ഓരോ ലെവലുകളിൽ നമ്മൾ ഓരോ ഹാർഡ്ഷിപ്പ്, ഓരോ പ്രശ്നങ്ങൾ, ഓരോ ഓപ്പണൻസ് ഉള്ള ലെവലുകളിലോട്ട് നമ്മൾ ഓടിക്കുന്നത് പോലെ നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ജീവി നമ്മുടെ സിമുലേറ്റഡ് എക്സിസ്റ്റൻസിനെ നിരീക്ഷിച്ച് നമുക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാകുന്ന സിമുലേറ്റഡ് ബീയിങ് ഒരു കാര്യം ആഗ്രഹിക്കും തോറും അത് കൂടുതൽ കൂടുതൽ അകലെയാക്കുക. നമ്മളാകുന്ന സിമുലേറ്റഡ് ബീയിങ്ങിന് ഒരു കാര്യത്തിൽ ഭയം തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം വീണ്ടും വീണ്ടും സംഭവിപ്പിച്ച് കളിച്ച് രസിക്കുക. തിങ്ക് അബൌട്ട് ദാറ്റ്. സോ അങ്ങനെ ആരെങ്കിലും നമ്മുടെ യൂണിവേഴ്സിനെ സിമുലേറ്റഡ് ആയി ഓടിക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ക്യൂരിയസ് ആണോ? ബോറടിച്ചിരുന്ന അവർ വെറുതെ ഗെയിം കളിക്കുകയാണോ? അവരൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണോ? ഇനി അവർ നമ്മുടെ ലോകം ക്രിയേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് മറന്നുപോയോ? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് സിമുലേഷൻ ഹൈപ്പോത്തസിസ് ഒരു തിയോളജിക്കൽ ഹൈപ്പോത്തസിസ് ആയി മാറുന്നത്, ദൈവശാസ്ത്രവുമായി ബന്ധം വരുന്നത്. നമ്മളെ സൃഷ്ടിച്ചതാര്, ആ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറ്റൊരു തലമാണ് ഈ ചോദ്യം. ഒരു ക്രിയേറ്റർ, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു റിയാലിറ്റി, ആ റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ നേച്ചർ നമുക്ക് മുഴുവനായും കണ്ടെത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ നമുക്ക് ഗസ് ചെയ്യാൻ മാത്രമേ കഴിയൂ. നമ്മൾ സിമുലേറ്റഡ് ആയിരിക്കാം എന്നുള്ളതിന്റെ 2ാമത്തെ വാദമാണ് ഫിസിക്കൽ നിയമങ്ങൾ, ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ. നമ്മുടെ യൂണിവേഴ്സിന്റെ കോൺസ്റ്റന്റ്സ്, ലൈറ്റിന്റെ സ്പീഡ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ്, കെമിസ്ട്രി, ഇതെല്ലാം ജീവന്റെ നിലനിൽപ്പിനെ അനുവദിക്കാനായി വളരെ പ്രിസൈസ് ആയി കാലിബ്രേറ്റ് ചെയ്ത അളവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫിസിസിസ്റ്റ് ഇതിനെ ഫൈൻ ട്യൂണിംഗ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. ഈ ഫൈൻ ട്യൂണിംഗ് ലിമിറ്റുകൾ ഒരു സിമുലേഷനിൽ പ്രോഗ്രാമർ സെറ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. സോ ഈ ഭൗതികശാസ്ത്ര നിയമങ്ങൾ ഒരു ഡിസൈൻ ചോയ്സ് ആണത്രേ. ആരാണോ ഇതെല്ലാം ഡിസൈൻ ചെയ്തത് അയാളുടെ ചോയ്സ്. 3ാമത്തേത് അനോമലീസ് ഡാറ്റയാണ്. ഓരോ സിസ്റ്റത്തിലും ഓരോ എഡ്ജ് കേസുകൾ ഉണ്ടാകും.
ഓരോ പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുമ്പോഴും ലോജിക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ പ്രോഗ്രാമിൽ സംഭവിക്കും. അതുപോലെ തന്നെയാണ് അത്രേ ഭൂമിയിലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നാലാമത്തേതാണ് ഹോളിവുഡ് സിനിമകളെ പോലെ ഇൻസെപ്ഷനും ഇന്റർസ്റ്റെല്ലറും ഒക്കെ പോലെ അതിന്റെ എൻഡിങ് എന്താണെന്ന് അറിയാതെ നമ്മൾ കുഴയുന്നത് പോലെ നമ്മളെ കുഴക്കുന്ന ഒരു നെവർ എൻഡിങ് പാരഡോക്സ്. കാരണം നമ്മളും നമ്മുടെ ലോകവും സിമുലേറ്റഡ് ആയാലും ഇല്ലെങ്കിലും, കൃത്രിമമായാലും യാഥാർത്ഥ്യമായാലും, നമ്മൾ സിമുലേറ്റേഴ്സ് അല്ലെങ്കിൽ കൃത്രിമ ലോകത്തിന്റെ സ്രഷ്ടാക്കളാകാൻ പോകുകയാണത്രേ. എങ്ങനെയാണെന്നല്ലേ? AI വന്നതുകൊണ്ട്. AI സഹായത്തോടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർച്വൽ എൻവയറോൺമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടേതുപോലെ തന്നെ ബുദ്ധിയും ബോധവും കോൺഷ്യസ് എക്സ്പീരിയൻസുകളും ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബീയിങ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഫർ ചെയ്യുന്ന, ഫെയിൽ ചെയ്യുന്ന, തൻ്റെ എക്സിസ്റ്റൻസ് റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള സിമുലേറ്റഡ് മൈൻഡ്സിനെ നമ്മൾ കൂടുതൽ AI സഹായത്തോടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ലോകത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. AI ബോയ് ഫ്രണ്ട്സ് വരുന്നു, AI ഗേൾ ഫ്രണ്ട്സ് വരുന്നു, AI ഡോക്ടർമാർ വരുന്നു. കൂടുതൽ യന്ത്രങ്ങൾ സ്വന്തം ചിന്തയിലേക്ക് നീങ്ങുകയാണ്. യന്ത്രങ്ങൾ മാത്രമല്ല, വെർച്വൽ വേൾഡിലുള്ള ജീവികളും. സോ ഒരു പക്ഷേ നമ്മൾ സിമുലേറ്റഡ് ചെയ്യപ്പെട്ടതുപോലെ നമ്മളും പുതിയൊരു ലോകത്തെ ഉണ്ടാക്കുകയാണ്. ഇവിടെയാണ് ഒരു മൈൻഡ് ബെൻഡിങ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഇനി വരുന്ന ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന വളരെ പെർഫെക്റ്റായ, വളരെ റിയലിസ്റ്റിക് ആയ വെർച്വൽ വേൾഡുകളിൽ ധാരാളം കോൺഷ്യസ് ബീയിങ്സ്, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള, മനുഷ്യനെ പോലെയുള്ള, മനുഷ്യനിൽ നിന്ന് വിഭിന്ന രൂപവും സ്വഭാവങ്ങളുമുള്ള ധാരാളം ബോധമുള്ള ജീവികളെ നാം ഉണ്ടാക്കുന്നുണ്ട്. ആ ജീവികൾക്കറിയില്ല തങ്ങൾ ഉണ്ടാക്കപ്പെട്ടതാണ്. ആ കൃത്രിമ ലോകത്ത് വെർച്വൽ റിയാലിറ്റിയിൽ ഇരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ കൃത്രിമമായ ജീവികൾ തങ്ങൾ സെൽഫായി എക്സിസ്റ്റ് ചെയ്യുന്ന ജീവികളാണെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ AI എല്ലാം ഇതിനേക്കാൾ 10 മടങ്ങ് ശേഷിയിൽ വികസിച്ച് സ്വന്തമായി പലതും ചെയ്യാവുന്ന, ഓട്ടോണമസ് ആയി പലതും ചെയ്യാവുന്ന രീതിയിലെത്തുമ്പോൾ അവരും നമ്മൾ അവരെ ഉണ്ടാക്കിയതുപോലെ മറ്റൊരു വെർച്വൽ ലോകം നമ്മൾ ഉണ്ടാക്കിയ വെർച്വൽ ലോകത്തിനകത്തുണ്ടാക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമ്മളെ ഉണ്ടാക്കിയത് വേറെ എവിടെയോ നമ്മളെക്കാൾ വികസിച്ച ഒരു ജീവി, ആ ജീവി ഉണ്ടാക്കിയ നമ്മളുണ്ടാക്കിയ വെർച്വൽ ലോകത്ത് ഇനി കംപ്ലീറ്റ് വെർച്വൽ ജീവികൾ നിറയാൻ പോവുകയാണ്. അവ പരിപൂർണമായി വികസിച്ച് വന്ന് ആ വെർച്വൽ ലോകത്ത് അവർ വേറെ ഒരു വെർച്വൽ ലോകം ഉണ്ടാക്കി, അവിടെ വേറെ ഒരു വെർച്വൽ വേൾഡ്, അവിടുത്തെ ജീവികളൊക്കെ ഉണ്ടാക്കി വരുമോ? സോ സിമുലേഷന്റെ ഉള്ളിലെ മറ്റൊരു സിമുലേഷനായി മാറുമോ ലോകത്തിന്റെ അവസ്ഥ? ദിസ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഒട്ടായോ?